പിറ്റേ ദിവസം എടുക്കാനായിട്ടേ തലേ ദിവസം രാത്രി നല്ല തേങ്ങയും മുളകൊക്കെ അരച്ച് പൂളാങ്കറി വെച്ചിട്ടുണ്ടായിരുന്നു. എത്ര ദിവസമായില്ല ഞാൻ ഈ പൂളാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. കത്തിക്കൽ കഴിഞ്ഞ് ഇതോടുകൂടി തീർന്നു കേട്ടാ. അങ്ങനെ മീൻകറി അടുപ്പത്തേക്ക് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ ആൻറ്റി കുറച്ച് സൂചിക്കൊഴുവ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം കിള്ളിയെടുത്ത്, കിള്ളാനേ ഉള്ളൂ, ചെമ്മീൻ കിള്ളണ പോലെ അങ്ങോട്ട് കിള്ളിയെടുക്കാം. എന്നിട്ട് അത് പീരൊതുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടേ. പിന്നെ പൂമീനും പിന്നെ ഒരു പേരില്ലാത്ത മീനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പേരെനിക്കറിയാൻ പാടില്ല. അപ്പോൾ അത് നല്ല മുള്ളുള്ള മീനാണ്. അപ്പോൾ ഞാൻ കരുതി ഇതങ്ങ് വറുക്കാമെന്ന്. അങ്ങനെ വരഞ്ഞ് അതിലോട്ട് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ തേച്ച് പിടിപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടേ. അപ്പോഴേക്കും നമ്മുടെ മീൻകറിയും ചൂടായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് ഓഫാക്കിയിട്ടാ. പിന്നെ അതേ സൂചിക്കൊഴുവ പീരൊതുക്കാൻ വേണ്ടി വെച്ചത് ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. അതിലുള്ള വെള്ളം അങ്ങ് ഇറങ്ങി വന്നേക്കണതാണ് ഞാൻ കാണുന്നത്. ഇത്രയൊക്കെ വെക്കുമ്പോൾ പിന്നെ ഒരു കൂട്ടം പച്ചക്കറി വേണ്ടേ. അങ്ങനെ പിന്നെ ഒരു ബീറ്റ്റൂട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് ഒരു കുഞ്ഞ് സവോളയും കൂടെ കൊത്തി അരിഞ്ഞ് അതും പീരൊതുക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് വെച്ച്. പിന്നെ ദേ മീനും വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വറുക്കാനുള്ള മീൻ ഒരു ഇച്ചിരി ദശക്കട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു ഇച്ചിരി അധികം നേരം ഇട്ടിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട്, തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട്. അങ്ങനെ നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കറിയാണെന്ന് കാണേണ്ടത്? പൂളാങ്കറി, ബീറ്റ്റൂട്ട്, സൂചിക്കൊഴുവ പീരൊതുക്കിയതും പിന്നെ മീൻ വറുത്തതും. ഇനിയിപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് ഈ പ്ലേറ്റിലോട്ട് ചോറ് വിളമ്പാം. അല്ല അതിൻ്റെ ഒപ്പം തന്നെ മീൻ പീരയും ബീറ്റ്റൂട്ട് തോരനും എന്നൊക്കെ ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞിട്ട് ഇവരെല്ലാം പീരൊതുക്കിയതാണേ. പിന്നെ മീൻകറിയും മീൻ വറുത്തതും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചോറ് വിളമ്പിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും കാക്കരുത്. കാരണം ചോറ് നമ്മളെ കാത്തിരിക്കരുത്, നമ്മൾ ചോറിനെ കാത്തിരിക്കണമെന്നാണ് എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞു തരാറ്. ഒരു പിടി ചോറും കറികളും എല്ലാം കൂടെ കൂട്ടി ഒരു ഉരുളാങ്കട വെച്ചപ്പോഴുണ്ടല്ല എൻ്റെ പൊന്നു